പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ല. അതുകൊണ്ട് നീ ഇവിടെയുള്ളവരുടെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. അമ്പിളി, എഴുന്നേക്ക്. നേരെ സന്ധ്യേ. നീയേ എനിക്കൊരു ചായ ഉണ്ടാക്കിത്താ. എനിക്കൊന്നിനും വയ്യ, വല്ലാത്ത തലവേദന. രഘുവേട്ടന് ചായ വേണമെങ്കിൽ പുറത്തുപോയി കുടിച്ചോ. വരുമ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും പലഹാരവും വാങ്ങിച്ചോ. അപ്പൊ നിനക്ക് രാത്രിയിലൊന്നും കഴിക്കണ്ടേ? വേണ്ട രഘുവേട്ട, ഒരു ദിവസം പട്ടിണി കിടന്നാ എനിക്കൊന്നും സംഭവിക്കില്ല. മനുഷ്യൻ ആദ്യം വേണ്ടത് സ്വസ്ഥതയും സമാധാനവും. ഈ മുറിക്ക് പുറത്തിറങ്ങാതിരുന്ന അത് കിട്ടും. പുറത്തിറങ്ങിയാ നിന്നാരെങ്കിലും കടിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ അമ്പിളി? ഒരു തർക്കം ഉണ്ടായെന്ന് വെച്ച് മനസ്സിലിങ്ങനെ ശത്രുത വെച്ചോണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ അമ്പിളി? ഇവിടെ ആർക്കാ ആരോടാ ശത്രുതയെന്ന് രഘുവേട്ടന് ഇതുവരെ മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതുന്ന മൂർഖന്മാരാ പുറത്തുള്ളത്. പകവെച്ച് വിഷം ചീറ്റാൻ വേണ്ടിയാ തിരിച്ചു പോകാതെ ഇവിടെ തന്നെ അട്ടിപ്പേറി കിടക്കുന്നത്. ഏയ്, നീ വെറുതെ ഓരോന്ന് വിളിച്ചു പറയാതെ അമ്പിളി. അമ്മാവൻ പിന്നീടൊന്നും പറയാത്തോണ്ടാ അവരാരും പോവാതെ. അച്ഛൻ എന്ത് പറയാനാ? സ്വർണം പണയം വെക്കാൻ തീരുമാനിച്ച കാര്യം അച്ഛൻ എല്ലാരോടും വിളിച്ചു പറഞ്ഞതല്ലേ. അതെങ്ങനെ മുടക്കാമെന്ന ഗൂഢാലോചനയിലായിരിക്കും ഇപ്പൊ എന്റെ അനിയത്തിമാരും വിനയനും. അവരിവിടുന്ന് പോകാതെ അച്ഛൻ ഇനി സ്വർണത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രഘുവേട്ട. എനിക്ക് ഇവരുടെ ആർത്തി കാണുമ്പോൾ അതൊക്കെ വേണ്ട നോക്കാൻ തോന്നുന്നു അമ്പിളി. ഒന്നാമത് പണയം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്വർണം. ഇനി അത് പണയം വെച്ച് കിട്ടുന്ന സ്വർണം കൊണ്ട് ബിസിനസ് തുടങ്ങി എന്തെങ്കിലും ദോഷം സംഭവിച്ചാ അതോടെല്ലാം തീർന്നില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് പിന്മാറാൻ തോന്നുന്നതേ തറവാടിന്റെ ദോഷം പേടിച്ചിട്ടൊന്നുമല്ലെന്ന് എനിക്കറിയാം. അവകാശം ചോദിച്ചു വന്നവരോടുള്ള അനുകമ്പയാ. ചോദിച്ചു വരുന്നവർക്ക് കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുത്തതിന്റെ ശിക്ഷയാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് വേണ്ട. അച്ഛൻ തരുന്നത് കണ്ണു അടച്ച് കൈ നീട്ടി വാങ്ങിച്ചാ മാത്രം മതി. അനു, അമ്പിളിക്ക് നല്ല തലവേദന. ഇതിന് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. രാത്രിയിലെ ഫുഡിന്റെ കാര്യം എന്ത് ചെയ്യുവാനോ? അത്താഴം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാൻ രഘുവേട്ട. വിനയനും ചിരുവിനും ദയക്കും വേണ്ടെന്ന് പറഞ്ഞു. എന്താ, നമ്മളോട് പ്രതിഷേധിച്ചിട്ടാണോ? ഏയ്, അതൊന്നുമല്ല. അവർക്കിഷ്ടപ്പെട്ട ആഹാരം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാന്ന് തോന്നിക്കാണും. വിനയം പോകുമ്പോ നമുക്ക് കൂടെ വാങ്ങിക്കണോന്ന് ചോദിച്ചതാ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞ. നമുക്ക് കഞ്ഞിയോ മറ്റോ ഉണ്ടാക്കി കഴിച്ചാ പോരെ രഘുവേട്ട? മതി, അത് മതി. അമ്മാവനും രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. ഞാൻ വേണമെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ആ, അത് മതി രഘുവേട്ട. ആ, പിന്നെ പോകുമ്പോ അമ്പിളി ചേച്ചിക്ക് തലവേദനയുടെ മരുന്നൂടെ വാങ്ങിച്ചോ. ഇത് കുടിക്കുക ഹർഷേ. ആന്റി, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഇത് ഹർഷയ്ക്ക് വേണ്ടിയല്ല, ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും കുടിക്കേ. ശരീരത്തിൽ ആഹാരവും ചെല്ലുന്നില്ല. കുറച്ച് വെള്ളമെങ്കിലും ചെല്ലട്ടെ. കുടിച്ചേ. ഇന്ദ്രൻ എന്താ ആന്റി വരാത്തത്? അവൻ വരും. ഞാൻ വിളിച്ചപ്പോ വരാന്നാ പറഞ്ഞതവൻ. ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോ എനിക്ക് മറമുള്ള തുണി എടുക്കാൻ പോയിട്ടുണ്ടാവും. അതാ താമസിക്കുന്നത്. ആന്റിക്കുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാറുന്നല്ലോ. സമയം കളയാതെ ഇന്ദ്രൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു.
ആന്റി ആന്റി ഒന്നുകൂടെ ഇന്ദ്രനെ വിളിച്ചു നോക്കാവോ? എവിടെ എത്തിയെന്ന് നമുക്കറിയാലോ. ശരി, ഞാൻ വിളിച്ചു നോക്കാം. ആന്റി ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം. ആ ആ നീങ്ങെത്തിയോ? നീ ഡ്രസ് എടുക്കാൻ പോയതുകൊണ്ടാണോ താമസിച്ചേ? ഏയ്, ഞാനങ്ങനെ താമസിച്ചൊന്നുമില്ലല്ലോ. ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ സോനയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളത് എടുത്തു വെച്ചു, ഞാൻ ചെന്ന് വാങ്ങി ഇങ്ങോട്ട് പോന്നു. ആ പിന്നെ വഴിയിൽ ഒരാളെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. ഇനി അതാണോ താമസിച്ചെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നറിയില്ല. ആ ആ അതായിരിക്കും. അല്ല, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോ വരാം. നേരത്തെ നേഴ്സിനെ കണ്ടപ്പോ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ആന്റി നീ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം. ഇന്ദ്ര ഇവിടെ വന്നിരിക്കേ. ഒന്ന് വരാൻ പറഞ്ഞ വേഗം ഒന്ന് വന്നൂടെ? ഇന്ദ്ര, എനിക്കാകെ പേടിയാവുക, മനസ്സാകെ ടെൻഷനാ. കുറച്ച് സമയം അടുത്തിരുന്ന ഒരാശ്വാസം കിട്ടും. അതുകൊണ്ടാ ഞാൻ ഇന്ദ്രനെ വിളിച്ചോണ്ടിരുന്നേ. ഇന്ദ്ര, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടുന്ന് ആരുമില്ല. ഇനിയിപ്പോ ആരേലും ഉണ്ടെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല.